ഹലോ ഫ്രണ്ട്സ്, മലയാളീസ് കിച്ചൺ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വെജ് ബിരിയാണി, ദം വെജ് ബിരിയാണി ഉണ്ടാക്കുകയാണ്. അതിനാദ്യം നമ്മൾ ചെയ്യേണ്ട സാധനങ്ങൾ, നമുക്ക് ഏതൊക്കെയോ ആവശ്യമുള്ള പച്ചക്കറി അതെടുക്കാൻ ഞാൻ കുറച്ച് ബീൻസ് എടുത്തിട്ടുണ്ട്, ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ ഈ ഫ്ലവർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇത്ര ഏത് വെജിറ്റബിൾ വേണ്ട വെച്ചാൽ നമുക്ക് എടുക്കാം. ആദ്യം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഞാനൊരു പാത്രത്തിലേക്ക് മുറിച്ച് വെച്ച് കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, കുറച്ച് ബീൻസ് എടുത്തു ഞാൻ അതിൻ്റെ കൂടെ, കുറച്ച് കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. നമുക്ക് ഏതാ കഷ്ണങ്ങൾ വേണ്ടത്, ഏത് പച്ചക്കറി വേണ്ടിച്ചാൽ അത് എടുത്താൽ മതി. കുറച്ച് ആവശ്യത്തിന് ഞാൻ അതിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ജാതി പത്രത്തിൻ്റെ ഒരു നുള്ള് അതിലേക്ക് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്, അതിൻ്റെ പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം കറുവാപ്പട്ട, രണ്ട് മൂന്ന് ഏലക്ക ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 2-3 പച്ചമുളക് കീറി അതിലേക്ക് ഇട്ടിട്ടുണ്ട്. കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു ടീസ്പൂൺ മതി. അതിൻ്റെ കൂടെ തന്നെ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് തൈര് അതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി മാറ്റി വയ്ക്കുന്നുണ്ട്. ഞാൻ മാറ്റി വയ്ക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഏലക്കപ്പൊടി ഒരു ടേസ്റ്റിന് വേണ്ടി ഞാൻ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. മുഴുവൻ ഏലക്ക ഇട്ടിട്ടുണ്ട്, എന്നാലും ഏലക്കപ്പൊടിയും കൂടി ഇട്ടൊന്ന് അതിന് സ്വാദ് വരാനാണ്. ഈ ഒരു കപ്പിനാണ് ഞാൻ അരി എടുത്തിരിക്കുന്നത്. അരി എടുത്ത് ഞാൻ കഴുകി വൃത്തിയാക്കി ഞാൻ ഒരു അരമണിക്കൂറിന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതും ഞാൻ ഈ ഇളക്കി വെച്ചത് ഞാൻ മാറ്റി വയ്ക്കുകയാണ്. എൻ്റെ കൂടെ കുറച്ച് പുതിനയുടെ ഇലയും കൂടി ഇടണം, എന്നിട്ടാണ് മിക്സാക്കി മാറ്റി വയ്ക്കുന്നത്. മാറ്റി വയ്ക്കാം നമുക്ക്. ഞാനൊരു പാത്രം വെച്ചിട്ട് ഏത് പാത്രത്തിൽ നമ്മൾ ഉണ്ടാക്കണം അതിലേക്ക് തന്നെ ഞാൻ ഒരു കാര്യം, കുറച്ച് നല്ലോണം എണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് ഉപയോഗിക്കാം, പക്ഷേ വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. എണ്ണ ഉപയോഗിച്ചിരിക്കുന്നത് ഞാൻ. എണ്ണ ചൂടായി വരുന്നുണ്ട്. ഒരു ഉള്ളി ഞാൻ നീളത്തിൽ മുറിച്ചിട്ട് ഞാൻ അതിന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. വല്ലാതെ ബ്രൗൺ ആകാൻ പാടില്ല എന്തായാലും, പക്ഷെ വഴറ്റി അത് നന്നായിട്ടൊന്ന് സോഫ്റ്റായി ഒരു നിറം മാറി കിട്ടണം നമുക്ക്. അതുവരെ നമ്മളതിനെ എണ്ണയിലിട്ട് ഒന്ന് വഴറ്റണം. ഇത്രയും ആയാൽ മതി. ഞാനത് ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ മെല്ലെ ഈ ഉള്ളി ഒന്ന് ഞാനെടുത്ത് മാറ്റുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണ ഒന്ന് മാറ്റിയെടുക്കുകയാണ്. ഞാനിങ്ങനെ എണ്ണ ഇതിലേക്ക് എടുത്തിട്ട് ആ എണ്ണ ഞാൻ പിന്നെ ഉപയോഗിക്കുള്ളൂ, ഇപ്പം ആവശ്യമില്ല. എന്തായാലും ഞാൻ എണ്ണ എടുത്ത് മാറ്റുകയാണ്. ഞാൻ ഇവിടെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അരി നമുക്കൊരു 3/4 ഭാഗം വേവേ പാടുള്ളൂ, അല്ലാതെ വേവിച്ചെടുക്കരുത്. വെള്ളം തിളച്ച് വരുന്നുണ്ട്. 2-3 ഏലക്ക ഇട്ടിട്ടുണ്ട്, 2 കഷ്ണം കറുവാപ്പട്ട ഇട്ടിട്ടുണ്ട്,
2-3 പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട് ഞാൻ അതിലേക്ക്. ഇതേ സമയത്ത് തന്നെ നമുക്ക് അതിലേക്ക് നല്ലോണം ഉപ്പിടണം. കാരണം നമ്മളിത് വെള്ളം നമ്മൾ അതിനെ ഡ്രെയിൻ ചെയ്തെടുക്കുന്ന കാരണം നമ്മൾ ഉപ്പ് നല്ലോണം അതിലേക്ക് ഇട്ട്. കാരണം നമ്മൾ എന്തായാലും വെള്ളമൊക്കെ പോവില്ലേ, അതിന് വേണ്ടി. അതിൻ്റെ കൂടെ തന്നെ ഈ കോരി ഇത് എടുത്ത് വെച്ചില്ല കുറച്ച് എണ്ണയില്ലേ, ഈ ഉള്ളിയുടെ ഇതിൻ്റെ ആ എണ്ണ ഒരു ഇത്തിരി അതിലേക്ക് സ്വാദിന് വേണ്ടിയിട്ട് അതിലേക്ക് ഒഴിക്കുക. നന്നായി തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് കുതിർത്തി വെച്ചിട്ടുള്ള അരി അതിലേക്ക് മെല്ലെ ഇടും. ഇത് ബാസ്മതി റൈസ് എടുത്തിരിക്കണേ. നമ്മൾ നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ കൊടുക്കണം അതിന്. അരി തിളച്ച് വരുമ്പോഴേക്കും ഞാൻ ഒരു കാര്യം ചെയ്യണം. വേറെ ഗ്യാസിലേക്ക് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കാനുള്ള പാത്രത്തിലേക്ക് ഞാൻ മേലെ വെച്ചിട്ടുണ്ട്. അരി തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി അതിലേക്ക് ഇടുകയാണ്. കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള എണ്ണയാണ് ഞാൻ അതിലേക്ക് ഉപയോഗിക്കുന്നത്. ഒരു സ്പൂൺ മതി. ആ എണ്ണയിലേക്ക് നമ്മളിതിനെ ഒന്ന് വഴറ്റണം. ഉള്ളി വഴണ്ട് വരുന്നുണ്ട്. അപ്പം നമ്മളൊരു കാര്യം ചെയ്യണം. എടുത്ത് വെച്ചിരിക്കുന്ന പച്ചക്കറികൾ നന്നായിട്ട് അതിൽ ഒന്ന് വേവിച്ചെടുക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. നന്നായി ഇളക്കിയിട്ട് ഞാൻ ഹൈ ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റെങ്കിലും വെക്കണം. അപ്പോഴായാലും ഒന്ന് ഇതായി വരില്ല, ഒന്ന് പകുതി വേവാണ്. കാരണം നമ്മൾ അരി ഇട്ടിട്ട് പിന്നെയും നമ്മളതിനെ ദം എന്ന് പറഞ്ഞാൽ നമ്മൾ നന്നായിട്ട് നമ്മൾ വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും പച്ചക്കറിയും പകുതി വേവ് ആവാൻ പാടുള്ളൂ. അതാണ് ഞാൻ ഇപ്പോൾ ചെയ്യണത്. ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് നേരത്തേക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അരി എന്തായാലും 3/4 വേവായിട്ടുണ്ട്. ഞാൻ അതിനെ വെള്ളം വാഴ്ത്തി എടുക്കണം. മുഴുവൻ വെള്ളം എടുത്ത് മാറ്റുകയാണ്. ഡ്രെയിൻ ചെയ്തെടുത്ത് ഇനി നമ്മളിത് നമ്മൾ പച്ചക്കറി വഴറ്റിയിട്ട് അതിലേക്ക് ഇടാനാണ് ഞാൻ പോണത്. കാണിച്ചു തരാം. പച്ചക്കറിയൊക്കെ നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഗ്യാസിനെ ഓഫാക്കാണ്. അതിന് മേലെ കുറച്ച് നമ്മൾ പട്ടാണ നമ്മളതിന് കൂടുതൽ വേവില്ലല്ലോ, അപ്പോൾ അത് കാരണം അത് മേലെ എടുത്തിട്ട് നമ്മളതിനെ ഏതായാലും ഗ്യാസ് ഓഫാക്കി കഴിഞ്ഞിട്ട് ഞാൻ വട്ടാണ് ഇട്ടിരിക്കുന്നത്. ഗ്രീൻ പീസ് ഇട്ടിരിക്കുന്നത്. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ എടുത്ത് വെച്ചിരിക്കുന്ന സ്ട്രെയിൻ ചെയ്ത അരി മെല്ലെ ഇതിൻ്റെ മേലെ മെല്ലെ ചേർക്കുകയാണ് ചെയ്യണത്. കൂടുതൽ ഇളക്കേണ്ട ആവശ്യമില്ല. ചേർത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇനി ബാക്കി കാര്യങ്ങൾ നമ്മൾ ചെയ്യണത്. പകുതി വെന്ത അരി ഇട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ മേലെ കുറച്ച് കുങ്കുമപ്പൂവിൻ്റെ പാലിൽ ഇതാക്കിയിട്ട് ഞാൻ അതിൽ ഒഴിക്കുകയാണ്. കുറച്ച് മിൻറ്റ് ലീവ്സ് ഇടുകയാണ് അതിലേക്ക്.
പിന്നെ വറുത്ത് കോരി വെച്ചിട്ട് കുറച്ച് ഉള്ളിയുടെ കഷ്ണങ്ങളും, ഉള്ളി ഈ സമയത്ത് നമ്മളതിന് ദം കൊടുക്കണമെങ്കിൽ 4 ഭാഗം നമ്മൾ സീൽ ചെയ്യാനായിട്ടാണ് കൊടുക്കുന്നത്. സീൽ ചെയ്യണം. സീൽ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ടത് വെന്ത് കിട്ടും. അതിനാണ് നമ്മളിത് വെക്കുന്നത്. 4 ഭാഗത്ത് നമുക്ക് സീൽ ചെയ്യാൻ പോകും. സീൽ ചെയ്തിട്ട് പിന്നെ അടപ്പ് വെച്ചാൽ മതി. നന്നായിട്ട് ഒട്ടിക്കുക. നമ്മൾ അതിൻ്റെ മേലെ അടപ്പ് നന്നായിട്ട് അമർത്തി അടയ്ക്കണം. എന്തായാലും കാറ്റും ഇതൊന്നും തീൻ്റെ ഇതൊന്നും നന്നായി ചെറിയ ചൂടിൽ നന്നായിട്ട് അത് വെന്ത് കിട്ടും. ഞാനതിപ്പോൾ ഗ്യാസ് ഓൺ ആക്കണുള്ളൂ. ഒരു 2 മിനിറ്റ് കുറച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ചോളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊരു 8-10 മിനിറ്റ് സിമ്മിൽ വെക്കണം. അപ്പോൾ നന്നായിട്ട് അത് വെന്ത് കിട്ടും. ഞാൻ അത് ഇത്തിരി 2 മിനിറ്റിന് വേണ്ടി ഞാൻ ഹൈ ഫ്ലെയിം വെച്ചിരിക്കുന്നത്. 2 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ അതിനെ ഇപ്പോൾ സിമ്മിൽ വെക്കുകയാണ്. നല്ലോണം ചെറുതായിട്ട്, ഗ്യാസ് തീരെ ചെറുതായിട്ട് വെക്കണം. നന്നായിട്ട് ആവണമെന്നുണ്ടെങ്കിൽ വല്ല ഒരു ഈ ചപ്പാത്തിയുടെ ഇതേത് എന്തെങ്കിലും വെച്ച് അത് വെച്ചിട്ട് അതിൻ്റെ മേലെ വെച്ചാലും മതി. ഞാനിപ്പോൾ ആ തവ വെച്ച് അതിൻ്റെ മേലെ വയ്ക്കാം. അപ്പം ആ ഇതിൻ്റെ ചപ്പാത്തിയുടെ ഇത് ചൂടുകൊണ്ട് നന്നായിട്ട് അത് വെന്ത് കിട്ടും. ഇതിങ്ങനെ വെച്ച് അതിൻ്റെ മേലെ ഞാൻ വെക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ചൂട് കൊണ്ട് നന്നായിട്ട് അകത്തുള്ളത് നന്നായിട്ട് എന്തായാലും 3/4 ഭാഗം നമ്മൾ അരി വേവിച്ചിട്ടുള്ളൂ. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് വെന്ത് കിട്ടും. നമുക്ക് സീൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു കാര്യം ചെയ്യണമായിരുന്നു. കുറച്ച് എടുത്ത് വെച്ച എണ്ണയില്ലേ, അത് കുറച്ച് അരി മറ്റേ വെന്ത ചോറിന് ഇത് നമ്മൾ വെള്ളം എടുത്ത് മാറ്റിയില്ല, അതിൻ്റെയും കുറച്ച് വെള്ളം നമ്മൾക്ക് 4 ഭാഗത്തൊന്ന് വയ്ക്കുക. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് പിന്നെ സീൽ ചെയ്യാൻ വയ്ക്കുക. അത് നല്ലത്. 8-10 മിനിറ്റ് വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ മെല്ലെ അതിനെ ആ ദമ്മിൽ നിന്ന് എടുക്കുകയാണ്. എടുത്ത് വെച്ചൊക്കെ അതൊക്കെ ഒന്ന് മാറ്റണം നമുക്ക്. നല്ലോണം ചൂടുണ്ടാവും, ശ്രദ്ധിക്കണം. നമ്മളത് സീൽ ചെയ്താണ്. അതിനെ മെല്ലെ എടുത്ത് മാറ്റണം. അപ്പം അങ്ങനെ സെർവിങ് ബോളിലേക്ക് മെല്ലെ എടുക്കുകയാണ്. എന്തായാലും നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ഇളക്കരുത്. അത് കാരണം അത് അരിയൊക്കെ കുറച്ച് പകുതി വെന്തത്. അപ്പം നല്ലോണം സൂക്ഷിച്ച് വേണം എടുക്കുക. ഇങ്ങനെ ഓരോ സൈഡിൽ നിന്ന് മെല്ലെ നമ്മൾ ഇളക്കി ഇതുമാതിരി സെർവ് ചെയ്യാൻ എടുക്കാം. പച്ചക്കറിയൊക്കെ ചോട്ടിലാണതേ. ഇതുമാതിരിയാണ് നമ്മൾ സെർവ് ചെയ്യേണ്ടത്. വേണമെങ്കിൽ നമ്മൾ കുറച്ച് മല്ലിയിലയോ അല്ലെങ്കിൽ മിൻറ്റ് ലീവ്സ് എന്തെങ്കിലും എടുത്ത് നമ്മളതിനെ ഗാർണിഷ് ചെയ്യാം. ഇങ്ങനെയാണ് അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത്. എന്തായാലും ദം ബിരിയാണി ഉണ്ടാക്കിയിരിക്കുന്നത്, വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കമൻറ്റ് വല്ലതും ഉണ്ടെങ്കിൽ ശരിക്കും വന്നിട്ടുണ്ടോ ഇല്ലയോ എന്തുണ്ടോ എന്നൊക്കെ എന്ത് കാര്യങ്ങളൊക്കെ പറയണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്തായാലും ഞാൻ കമൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻറ്റ് പാസ് ചെയ്യണം.
എന്തായാലും ആ ഇതിൻ്റെ മേലെയാണ് എനിക്കിനി പിന്നെയും വല്ല വല്ല വേറെ ഏതെങ്കിലും വീഡിയോ ഇടണമെങ്കിൽ പറയണേ ഏതാ വേണ്ടത്, എന്തിൻ്റെയാണ് വീഡിയോ വെച്ചാൽ ഞാൻ അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ട് തരാം. ഏതായാലും താങ്ക്സ് ഫോർ വാച്ചിങ്.